and Sharmi's vlog. Hi, hello. So, today onwards I'll be talking to you in English because our subscribers are not only from Kerala but other parts of the country like Tamil Nadu. So, for them to understand, I will be talking in English to you all. അപ്പോൾ ഞങ്ങൾ ഇന്ന് നിൽക്കുന്ന സ്ഥലം പുഞ്ചക്കരി കന്നുകാലിച്ചാൽ എന്ന് പറയും. അപ്പം ഇവിടെ എന്തിനാണ് വന്നേക്കെന്ന് വെച്ചാൽ പൊതുവെ നമ്മുടെ നാട്ടിലൊരു പഴഞ്ചൊല്ലുണ്ട്. എന്തു പറയുന്നത് വെച്ചാൽ മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്നാണ് പൊതുവേ പറയുന്നത്. അപ്പോൾ അതായത് നമ്മുടെ നാടും വീടും പരിസരവും ഒന്നും നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കാറില്ല. നമ്മൾ പുറം രാജ്യങ്ങളും സ്റ്റേറ്റ് വിട്ട് സ്റ്റേറ്റും കൺട്രി വിട്ട് കൺട്രിയും ഒക്കെ പോയി കാഴ്ചകൾ കാണാനാണ് കൂടുതൽ താല്പര്യം. Yeah, actually we also have went to Agra, Jaipur and all, but we are not concentrating on our own surroundings, like the places where we are like now, Vellayani. This place is near Vellayani, Punjakari. പുഞ്ചക്കരി ഇവിടെ ഒരുപാട് ഇതൊരു ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഷൂട്ടിംഗ് സ്പോട്ട് കൂടിയാണ്. ഒരുപാട് മലയാള സിനിമകളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇപ്പം ഞങ്ങളുടെ നേരെ പുറകിൽ കാണുന്ന ഒരു പാലം കാണുന്നുണ്ട്. അത് കിരീടം പാലം എന്നാണ് അറിയപ്പെടുന്നത്. എല്ലാവരും ചിലർക്കും അറിയാമായിരിക്കും. We will show you the near footage of that bridge. The Kiridam film was shot there. നമുക്ക് അങ്ങോട്ട് പോയി കാഴ്ചകൾ കുറച്ച് കാണാം. അവിടുത്തെ കാര്യങ്ങൾ നമുക്ക് കുറച്ച് മനസ്സിലാക്കാം. ഞങ്ങളും ഇപ്പോൾ കുറച്ച് ദിവസത്തിന് ശേഷം ഇങ്ങനെ ഇവിടെ വരണമെന്ന് ഇങ്ങനെ ആലോചിച്ചിട്ട് ഇപ്പോഴാണ് ഞങ്ങളും ഇവിടെ വരുന്നത്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളും എന്തൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകളെന്നും എല്ലാം ഇനി നമുക്ക് നിങ്ങളോടൊപ്പം ഞങ്ങളും കാണും. ഓക്കെ, യെസ്. സോ ഇൻട്രോ വീഡിയോയിൽ കണ്ട റോഡാണ്. So right now we are above the bridge where the shooting of Kiridam film took place. You can see the Vellayani lake. And actually Mohanlal got Bharat Award in 1989 for the Kiridam movie. So this is the bridge. അച്ഛാ, നമ്മൾ കിരീടം പാലം എന്ന് പറഞ്ഞിട്ട് ആ പാലം കണ്ടു. അതേപോലെ പത്മശ്രീ തിലകൻ റോഡും കണ്ടു. അപ്പോൾ എൻ്റെ ജനറേഷനിലുള്ള ആൾക്കാർക്ക് ഇതിനെപ്പറ്റി ഒരുപാട് അറിയില്ല. അതായത് ഈ പാലത്തിൻ്റെ സിഗ്നിഫിക്കൻസും കിരീടം മൂവീനെ പറ്റിയൊന്നും ഒരുപാട് അറിയില്ല. അപ്പോൾ അവരോടൊക്കെ അച്ഛന് എന്താണ് പറയാനുള്ളത്? ആക്ച്വലി 1989 മോഹൻലാൽ നായകനായി ഇറങ്ങിയ കിരീടം എന്ന സിനിമ ഷൂട്ട് ചെയ്തത്, അതിൻ്റെ കുറേ ഭാഗങ്ങൾ ഷൂട്ട് ചെയ്തത് വെള്ളായണി കായലിൻ്റെ ഈ പാലത്തിൽ വെച്ചാണ്. വെള്ളായണി കായലിൻ്റെ ഒരു കായലിലേക്ക് പോകുന്നൊരു ചാനലാണ് ഈ കാണുന്ന, നമ്മൾ തൊട്ടടുത്ത് കാണുന്നത്. ഇതിനെ കന്നുകാലി ചാനൽ എന്നാണ്, കനാലെന്ന് പറയും, കന്നുകാലി കനാൽ. ഇതിന് മറുകരയിലേക്കാണ് ഈ പാലം നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ അന്നത്തെ കാലത്തുള്ള പാലം പിന്നീട് നശിച്ചു പോയി. അതായത് കാലക്രമേണ അത് ചീത്തയായിപ്പോയി. പിന്നീട് സർക്കാരും ഇവിടുത്തെ നാട്ടുകാരും കൂടി വിചാരിച്ച് പുതിയ പാലം ഇപ്പോൾ പുനർനിർമ്മിച്ചു.
പക്ഷേ എന്നിരുന്നാലും നമുക്ക് ആ പാലം കാണുമ്പോൾ നമുക്ക് പഴയ കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ആ സിനിമയുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ഓർമ്മ വരും. ഈ മോഹൻലാലിൻ്റെ കഥാപാത്രമായ സേതുമാധവൻ്റെ ജീവിതത്തിലെ നിർണായകമായ തീരുമാനങ്ങൾ എടുക്കുന്നത് ഈ പാലത്തിൽ വച്ചാണ്. പിന്നെ അതുകൂടാതെ മോഹൻലാലിൻ്റെ അതായത് സേതുമാധവൻ്റെ കൂട്ടുകാരനായ കഥാപാത്രമായി അവതരിപ്പിക്കുന്ന ശ്രീനാഥ് എന്ന് പറയുന്ന നടൻ, ഈ ശ്രീനാഥും മോഹൻലാലും അവരുടെ ഭാവി കാര്യങ്ങളെക്കുറിച്ച് തീരുമാനിക്കുന്നതെല്ലാം അല്ലെങ്കിൽ ഭാവിയെക്കുറിച്ച് ഉത്കണ്ഠയോടുകൂടി സംസാരിക്കുന്നതെല്ലാം ഈ പാലത്തിൽ വച്ചാണ്. ഈ പാലം എന്ന് പറയുന്നത് ആ സിനിമയുടെ ഒരു വലിയ ഘടകമാണ്. ഇതുകൂടാതെ ഈ പാലത്തിൽ വെച്ചാണ് പാർവതിയും മോഹൻലാലും അവരുടെ ജീവിതത്തെക്കുറിച്ചും ആ സിനിമയിലെ റൊമാൻറ്റിക് കുറേ സീൻസ് എടുത്തതെല്ലാം ഈ പാലത്തിൽ വെച്ചാണ്. ഈ പാലം ആ സിനിമയുടെ ഒരു വളരെ പ്രധാനപ്പെട്ട ഘടകമാണെന്നുള്ളതിൽ ഒരു സംശയവുമില്ല. മോഹൻലാലിന് നാഷണൽ അവാർഡ് കിട്ടിയ ഒരു സിനിമയാണ് 1989 ഇറങ്ങിയ കിരീടം എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ആ സിനിമയിലുള്ള ഒരു ചെറുപ്പക്കാരൻ്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഓരോ ദൈനംദിന ജീവിതത്തിലും നമ്മുടെ ചെറുപ്പകാലത്ത് നമ്മൾ വൈകുന്നേരങ്ങൾ സ്പെൻഡ് ചെയ്യുന്നതിന് വേണ്ടി ഏതെങ്കിലും ഒരു സ്ഥലത്ത് നമ്മൾ കണ്ടുപിടിക്കുമല്ലോ. അപ്പോൾ അതേപോലെ ആ ചെറുപ്പക്കാരൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമായിട്ടാണ് ഈ പാലത്തെ ആ സിനിമയിൽ സിബി മലയിൽ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പം ലോഹിതദാസിൻ്റെ ഏറ്റവും മനോഹരമായ ചിത്രങ്ങളിലൊന്നാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ തിരക്കഥയിൽ എഴുതിയ ഒരു ചിത്രമാണ് ഈ പറഞ്ഞ നമ്മുടെ കിരീടം സിനിമ. അപ്പോൾ ആ സിനിമയിലെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ സിനിമയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഈ പാലത്തിന് പ്രത്യേകതകളുണ്ട്. അതിനുശേഷം സർക്കാരും ഇവിടുത്തെ നാട്ടുകാരും കൂടി ചേർന്നാണ് ഈ റോഡിനെ ഇപ്പം പുനർനിർമ്മിച്ച് റോഡ് ടാർ ചെയ്ത് ഇവിടുന്ന് 2 കിലോമീറ്റർ ദൂരത്തിലേക്ക് പുഞ്ചക്കരിയും ഈ കന്നുകാലി ചാലിനെയും കണക്ട് ചെയ്യുന്ന രീതിയിലേക്ക് റോഡിനെ മാറ്റിയത്. പിന്നെ ഇതുകൂടാതെ ഇവിടെ കുറച്ച് സാമൂഹ്യ വിരുദ്ധ ശല്യം ഉണ്ടായിരുന്നു. അത് ഇടക്കാലത്തായിട്ട് അത് പോലീസിൻ്റെ സഹായത്തോടുകൂടി അമർച്ച ചെയ്യാൻ സാധിച്ചു. കാരണം ഏറ്റവും കൂടുതൽ പുറത്തു നിന്ന് സിറ്റിയിൽ നിന്നും സിറ്റിയുടെ പ്രാന്തപ്രദേശങ്ങളിൽ നിന്നും കുറേ സാമൂഹ്യ വിരുദ്ധന്മാർ ഇവിടെ വരാറുണ്ട്. അത് വലിയ പ്രശ്നമായപ്പോൾ നാട്ടുകാരുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് ശക്തമായ നിലപാട് സ്വീകരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പം ആ പറഞ്ഞ പ്രശ്നങ്ങളെല്ലാം മാറിക്കിട്ടി. ഇപ്പോൾ വൈകുന്നേരങ്ങൾ സ്പെൻഡ് ചെയ്യുന്നതിന് ഒരുപാട് കുടുംബങ്ങൾ ഇവിടെ വരുന്നുണ്ട്. ഇതുകൂടാതെ കല്യാണ സംബന്ധമായ വീഡിയോസും അവരുടെ ബാക്ക്ഗ്രൗണ്ട് മറ്റേ ആൽബംസൊക്കെ തയ്യാറാക്കുന്നതിന് വേണ്ടിയുള്ള ഷോർട്ട് ഫിലിംസിന് വേണ്ടിയൊക്കെ ആൾക്കാർ ഒരുപാട് പേര് ഈ പാലവും ഈ പാലത്തിൻ്റെ പരിസരങ്ങളും ശ്രദ്ധിക്കുന്നുണ്ട്, അതിനുവേണ്ടി വരുന്നുമുണ്ട്. അപ്പോൾ അങ്ങനെ വളരെ ആനുകാലിക പ്രസക്തിയുള്ള ഒരു സ്ഥലമായിട്ട് ഇപ്പോഴും ഈ പാലം നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഈ പാലത്തിൻ്റെ പ്രത്യേകത. അപ്പോൾ നമ്മൾ നാട്ടിൽ ഇവിടെയൊക്കെ ജീവിക്കുന്നുവെങ്കിലും ഇവിടെ വെച്ചാണ് കിരീടത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഷൂട്ട് ചെയ്ത് എന്നുള്ള കാര്യം ഇവിടുത്തെ ആൾക്കാർക്കും നമ്മുടെ ഈ നാട്ടുകാരൊഴിച്ച് തിരുവനന്തപുരം സിറ്റിയിലുള്ള മറ്റുള്ളവർക്ക് അറിയാമോ എന്നുള്ള കാര്യം. ഈ പാലം വളരെയധികം സിഗ്നിഫിക്കൻസ് ഉള്ള ഒരു പാലമാണെന്ന് ആക്ച്വലി ഞാൻ പോലും ഇപ്പോഴാണ് അറിയുന്നത്. അപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് ഈ ഇൻഫർമേഷൻ ഹെൽപ്ഫുൾ ആയിരിക്കുമെന്ന് കരുതുന്നു. സോ